2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള അർഷാദ് നദീമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ന്യൂസ് പേപ്പറിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഇത്ര തിളക്കം എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? 16 വർഷമായിട്ടുള്ള ജാവലിൻ ത്രോയിലെ ഒളിമ്പിക്സ് റെക്കോർഡാണ് അർഷാദ് നദീം ഈ ഒരു പ്രാവശ്യം തിരുത്തി കുറിച്ചിട്ടുള്ളത്. 92.97 മീറ്റേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ജാവലിൻ ത്രോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഒരുപാട് കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നേടിയിട്ടായിരിക്കും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക, ആ ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ അത് അപ്പാടെ തെറ്റാണ്. ബിക്കോസ് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് അർഷാദ് നദീം എന്ന് പറയുന്ന ഒരു അത്ലറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു ഒളിമ്പിക്സിലേക്കുള്ള ഒരു ട്രാവലിംഗ് ഫണ്ട് പോലും അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് പോലും പാകിസ്ഥാനി ഗവൺമെന്റ് ആണ് നൽകിയിട്ടുള്ളത്. അതായത് ആ ഒരു അത്ലറ്റിന് മാത്രം ഒളിമ്പിക്സിലേക്ക് എത്താനും അദ്ദേഹത്തിന് ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള ട്രാവൽ കാര്യങ്ങൾ എല്ലാം നമ്മുടെ പാകിസ്ഥാനി ഗവൺമെന്റ് ആണ് നോക്കിയിട്ടുള്ളത്. ഡെയിലി നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതായത് ഒരു ദിവസത്തെ 3 നേരത്തെ ആഹാരം പോലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു നീഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലിയിൽ നിന്നാണ് അർഷാദ് നദീം എന്ന് പറയുന്ന ഒരു വലിയ അത്ലറ്റ് നമ്മുടെ ഒളിമ്പിക്സിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇതിനു മുന്നേ ക്രിക്കറ്റ്, കബഡി, ഫുട്ബോൾ അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ജാവലിൻ ത്രോയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഫുൾ കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ജാവലിൻ ത്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പരിശീലനം പോലും അദ്ദേഹത്തിന് മറ്റാരും നൽകിയിട്ടല്ല. അദ്ദേഹം തന്നെ ആ ഒരു ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം വീടിന്റെ ബാക്ക് യാർഡിലുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് സ്വന്തമായി പരിശീലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത് ഒക്കെ നമ്മൾ ബ്ലെയിം ചെയ്യാറുള്ളത് മറ്റു കാര്യങ്ങളെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് ഇക്കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് അവന് ഇത്ര മാർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ബ്ലെയിം ചെയ്തിരിക്കാറുള്ളത്. നമുക്കുള്ള സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് വെറുതെ പാസ്സാവുകയല്ല, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ കുറെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് സംവിധാനങ്ങളും സപ്പോർട്ടും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്കത് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ ബ്ലെയിം ചെയ്യല്ല. ചിലപ്പോൾ അവരെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും, അവർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം നമ്മൾ പഠിത്തത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും കൂടുതൽ എഫേർട്ട് എടുക്കുന്നതോ കുറവ് എഫേർട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സിറ്റുവേഷൻസോ കുറവ് സിറ്റുവേഷൻസോ എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പഠിത്തത്തിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, നല്ല രീതിക്ക് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്റെ കുട്ടികൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ജാവലിൻ ത്രോയിൽ സിൽവർ മെഡൽ മാത്രമാണ് കിട്ടിയത്. ഗോൾഡ് മെഡൽ നഷ്ടമായെങ്കിൽ പോലും ആ ഒരു പാകിസ്ഥാനി അത്ലറ്റ് ആയിട്ടുള്ള അർഷാദ് നദീമിന്റെ വിജയം ഓരോ ഇന്ത്യക്കാരനും ആഘോഷിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ റീസൺ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്റെ കുട്ടികൾ ഈ ഒരു അത്ലറ്റിനെ കണ്ടു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് നമുക്ക് പിൽക്കാലത്ത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, റിസൾട്ട് നോക്കുകയല്ല, നിങ്ങൾ എപ്പോഴും കീപ് ഓൺ വർക്കിംഗ്, എപ്പോഴും നിങ്ങളുടെ ഒരു ഗോൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക, നിങ്ങൾക്ക് എന്തായാലും വിജയം കൈവരും. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇന്ന് തൊട്ട് തന്നെ നിങ്ങളുടെ എക്സാമിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനും വേണ്ടിയിട്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.